ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 38 ഭാഗം. രചന ആമിക. അവതരണം ബിൻസു ഷിജി. സർ, മേ ഐ ഗോ? റോബിൻ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. യെസ്, ഹറിയപ്പ്. അലോക് പറഞ്ഞതും റോബിൻ ഫോണും കയ്യിലെടുത്ത് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. കൃത്യം അരമണിക്കൂറിന് ശേഷം റോബിൻ അലോകിൻ്റെ മുറിയിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും മീറ്റിങ്ങിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെല്ലാം പോയി കഴിഞ്ഞിരുന്നു. റോബിൻ്റെ മുഖത്ത് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. സർ, പറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കുന്നത്തുനാട് SI നകുലിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്. കൂടാതെ തൊടുപുഴ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരുപാട് ദൂരവുമുണ്ട്. നാളെ രാവിലത്തേക്ക് എല്ലാവരോടും എത്താൻ പറയാം. അല്ലെങ്കിൽ? അലോക് ഒരു നീണ്ട നിശ്വാസത്തോടെ ചോദിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? സർ, നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ഒരു വീഡിയോ കോൺഫറൻസ് അറേഞ്ച് ചെയ്യാം. അതാകുമ്പോൾ ആർക്കും യാതൊരു തടസ്സവും ഉണ്ടാകില്ല. റോബിൻ തൻ്റെ ആശയം പങ്കുവച്ചു. അലോക് അല്പനേരം ആലോചിച്ചിരുന്നിട്ട് സമ്മതഭാവത്തിൽ തലയാട്ടി. യെസ്, അതൊരു നല്ല ഐഡിയ തന്നെയാണ്. എത്രയും പെട്ടെന്ന് അത് അറേഞ്ച് ചെയ്യ്. പിന്നെ ഒരുപാട് വലിച്ചു നീട്ടലുകളൊന്നും വേണ്ട. ഓരോ കേസിലെയും പ്രധാനപ്പെട്ട കൺക്ലൂഷൻസ് മാത്രം മീറ്റിങ്ങിൽ പറഞ്ഞാൽ മതിയെന്ന് പറയണം. ബാക്കി കാര്യങ്ങളെല്ലാം 2 ദിവസം കഴിഞ്ഞിട്ട് നേരിട്ട് സംസാരിക്കാം. നാളെ കേന്ദ്രമന്ത്രി വരുന്ന തിരക്കുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കും സമയം കുറവാണ്. റോബിൻ തിരക്ക് പിടിച്ച് പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അലോക് ആലോചനയിൽ മുഴുകി. ഒട്ടും വൈകാതെ തന്നെ വീഡിയോ കോൺഫറൻസ് ആരംഭിച്ചു. ഓരോ കേസുകളുമായി ബന്ധമുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാം സ്ക്രീനുകളിൽ നിരന്നു. നോവയിലേക്ക് എത്തുന്ന ഏതെങ്കിലും ഒരു ക്ലൂവിനായി അലോക് കാതോർത്തു. എന്നാൽ ഓരോരുത്തരും പങ്കുവച്ച വിവരങ്ങൾ അലോകിനെ നിരാശനാക്കുന്നതായിരുന്നു. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഓരോ കേസുകളും തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു. 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ആർക്കും സാധിച്ചിട്ടില്ല. അദൃശ്യനായ ഒരു കൊലയാളി, തെളിവുകളില്ലാത്ത കുറ്റകൃത്യങ്ങൾ, പകച്ചു നിൽക്കുന്ന നിയമപാലകർ. ആ വീഡിയോ കോൺഫറൻസിനിടയിലും എല്ലാവരുടെയും ഉള്ളിൽ ഒരേ ഒരു ചോദ്യമായിരുന്നു നിറഞ്ഞു നിന്നത്. ആരായിരിക്കും അടുത്ത ഇര? അപ്പോഴാണ് കല്ലൂർക്കാട് സ്റ്റേഷനിലെ SI സുഗു ആ വിവരം പങ്കുവച്ചത്. സർ, കല്ലൂർക്കാട് കേസിൽ നമ്മൾ സംശയിക്കുന്ന ഫൈസൽ നാട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ അയാളെ ചോദ്യം ചെയ്യാവുന്ന മാനസികാവസ്ഥയിലല്ല അയാളിപ്പോൾ. അവനെന്താ സംഭവിച്ചത്? അവൻ വിദേശത്തായിരുന്നില്ലേ? റോബിൻ വല്ലാത്ത ആകാംക്ഷയോടെ ചോദിച്ചു. ആ സാറേ, പക്ഷെ കഴിഞ്ഞ ദിവസം അയാൾ തിരികെ എത്തിയിരുന്നു. അന്ന് അയാൾ തങ്ങിയത് മരിച്ച ആ കുഞ്ഞിൻ്റെ വീട്ടിലായിരുന്നു. പക്ഷെ ആ രാത്രിയിൽ അവിടെ വിചിത്രമായ ചില കാര്യങ്ങൾ നടന്നു. എന്ത് കാര്യങ്ങൾ? എന്നിട്ട് അതൊന്നും താൻ എന്നോട് പറഞ്ഞില്ലല്ലോ. റോബിൻ്റെ ശബ്ദത്തിൽ അല്പം കോപം നെള്ളിച്ചിരുന്നു. സാറേ, ഇതൊക്കെ അവൻ്റെ മനോവിഭ്രാന്തിയായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അന്ന് രാത്രി ആ കുട്ടിയുടെ മുറിയിൽ കിടന്നുറങ്ങിയ ഫൈസൽ എന്തൊക്കെയോ കണ്ട് പേടിച്ച് നിലവിളിച്ചു. അവിടെ നിന്നും ഇറങ്ങി ഓടാനൊക്കെ ശ്രമിച്ചു. ഒടുവിൽ ആ കുട്ടിയുടെ ഫാദർ തന്നെ അവനെ അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. ഈ കാര്യങ്ങളൊക്കെ കുട്ടിയുടെ ഫാദർ ജമാൽ തന്നെയാണ് സ്റ്റേഷനിൽ അറിയിച്ചത്. എന്നിട്ട് ആ ഫൈസലിനെ ചോദ്യം ചെയ്തില്ലേ? സുഗുവിനെ പറയാൻ അനുവദിക്കാതെ റോബിൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. എൻ്റെ സാറേ, അന്ന് മുതൽ ഞങ്ങൾ അതിനുള്ള ശ്രമമാണ്. പക്ഷെ അവൻ ഒന്നിനും മറുപടി പറയുന്നില്ല. അത് മാത്രമല്ല, ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചവനെ പോലെ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അവനിൽ നിന്നും എന്തെങ്കിലും കിട്ടിയാലല്ലേ എനിക്ക് സാറിനെ അറിയിക്കാൻ പറ്റൂ. സുഗുവിൻ്റെ വാക്കുകളിൽ എന്തെന്നില്ലാത്ത നിരാശയുണ്ടായിരുന്നു. ആ വിചിത്രമായ കഥ കേട്ടപ്പോൾ അലോകിൻ്റെ മുഖത്ത് ഒരു നിമിഷം അവിശ്വസനീയതയുടെ ചിരി മിന്നിമറിഞ്ഞു. എന്നാൽ തൊട്ടു പിന്നാലെ ഓരോ ഉദ്യോഗസ്ഥരും പറഞ്ഞ കഥകൾ തമ്മിലുള്ള സാമ്യം അലോകിനെ വല്ലാതെ അലോസരപ്പെടുത്തി. ഏറ്റവും ഭയാനകമായ കോമൺ ഫാക്ടർ അതായിരുന്നു. മരിച്ച 3 കുട്ടികളും തങ്ങളുടെ അന്ത്യം ആഗ്രഹിച്ചിരുന്നു. കൂടിക്കാഴ്ച അവസാനിച്ചപ്പോൾ അലോക് റോബിനിലേക്ക് തിരിഞ്ഞു. റോബിൻ, തനിക്ക് ഈ കേസുകളെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? റോബിൻ അല്പനേരം മൗനം പാലിച്ചു. പിന്നെ പതറുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സർ, ഇപ്പോൾ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഈ കേസ് നമ്മൾ സാധാരണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ ഒരിടത്തും എത്തില്ല. ഏതെങ്കിലും ഉന്നതതല അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. അഴിച്ചെടുക്കാൻ ശ്രമിക്കും തോറും മുറുകിക്കൊണ്ടിരിക്കുന്ന കുരുക്കുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നോവയുടെ കേസ് കൂടി സെൻസേഷൻ ആയതോടെ. റോബിൻ്റെ വാക്കുകൾ പകുതിക്ക് വെച്ച് മുറിഞ്ഞു. ആ വാക്കുകൾ അലോകിൻ്റെ മനസ്സിൽ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. റോബിൻ പറഞ്ഞത് 100% ശരിയാണ്. ആരുടെയെങ്കിലും ഉത്തരവാദിത്തത്തിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ മാത്രമേ ഈ ശൃംഖല തകർക്കാൻ കഴിയൂ. ഇനി ഒരു കുഞ്ഞിനും ഈ ഗതി ഉണ്ടാകരുത്. പക്ഷേ ഈ കേസുകൾ ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവർ ആരുണ്ട്? നിഗൂഢതകളുടെ ആഴക്കടലിലേക്ക് നോക്കുമ്പോൾ അലോക് ആകെ അസ്വസ്ഥനായി. കുറച്ചു നേരം നിശബ്ദനായിരുന്ന ശേഷം അദ്ദേഹം റോബിനിലേക്ക് തിരിഞ്ഞു. റോബിൻ, നമ്മുടെ ആമിക, അവളിപ്പോൾ എവിടെയാണ്? പൊളിറ്റിക്കൽ കേസുകൾ മാത്രമാണ് അവൾ കൈകാര്യം ചെയ്യാറുള്ളതെങ്കിലും ഇത്തരത്തിലുള്ള സങ്കീർണമായ കേസുകൾ കൈകാര്യം ചെയ്യാൻ അവളേക്കാൾ മിടുക്കുള്ള മറ്റൊരു ഓഫീസർ ഈ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയാൽ വലിയൊരു ഉപകാരമായിരുന്നു.
അതിനൊരു വഴിയുണ്ടോ? റോബിൻ അല്പനേരം ആലോചിച്ചു. എന്നിട്ട് ഒരു ചെറു ചിരിയോടെ ചോദിച്ചു, സർ, പഴയ ജയദേവൻ സാറിൻ്റെ മകളെയാണോ ഉദ്ദേശിക്കുന്നത്? പക്ഷേ ആ കുട്ടി ഇപ്പോൾ സസ്പെൻഷനിലാണല്ലോ. മഷിയിട്ട് നോക്കിയാൽ അവളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ അച്ഛനോടൊപ്പം ഏതെങ്കിലും കാട്ടിലും മേട്ടിലും ഒക്കെ ആയിരിക്കും. പിന്നെ സാറേ, അവളുടെ പേര് സാറ് പറഞ്ഞതല്ലല്ലോ, വൈഷ്ണവി എന്നല്ലേ? അലോകിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് ആമിക എന്നൊരു പേര് കൂടിയുണ്ട്. വൈഷ്ണവി എന്നത് വിളിപ്പേരാണ്. എല്ലാവരും സ്നേഹത്തോടെ വൈഷു എന്ന് വിളിക്കും. ഒഫീഷ്യൽ നെയിം ആമിക എന്നാണ്. അദ്ദേഹം ഒന്ന് നിർത്തി പുഞ്ചിരിയോടെ തുടർന്നു. റോബിൻ പറഞ്ഞത് ശരിയാണ്. അവൾ ഒന്ന് മുങ്ങിയാൽ പിന്നെ പൊങ്ങണമെങ്കിൽ നന്നായി പാടുപെടേണ്ടി വരും. ആകെയുള്ളൊരു മാർഗം ജയദേവൻ സാറിനെ കോൺടാക്റ്റ് ചെയ്യുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കൈവശമുണ്ട്. അലോക് പറഞ്ഞു നിർത്തി. പക്ഷേ സാറേ, അദ്ദേഹം ഒരു സാധാരണ പോലീസുകാരനല്ലായിരുന്നോ? അദ്ദേഹത്തിൻ്റെ നമ്പർ സാറിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ? റോബിൻ്റെ നെറ്റി ചുളിഞ്ഞു. എടോ, അത് പറയാൻ എനിക്ക് അല്പം ചമ്മലുണ്ട്, എന്നാലും പറയാം. അദ്ദേഹം ഒരു റിട്ടയർഡ് കോൺസ്റ്റബിൾ ആണെങ്കിലും പലപ്പോഴും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാറുണ്ട്. കാഞ്ഞ ബുദ്ധിയാണ് അയാൾക്ക്. അച്ഛൻ്റെ അതേ ബുദ്ധി തന്നെയാണ് മകൾക്കും. അലോക് നേർത്ത ചിരിയോടെ പറഞ്ഞു നിർത്തി. എനിക്ക് സാറൊന്ന് വിളിച്ചു നോക്കൂ. ചെറിയൊരു സഹായം കിട്ടിയാൽ ചിലപ്പോൾ ഈ കേസിലൊരു വഴിത്തിരിവുണ്ടാകും. റോബിൻ പ്രതീക്ഷയോടെ പറഞ്ഞു. അലോക് തലയാട്ടി. പക്ഷേ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചിട്ട് കാര്യമില്ല. ഫോൺ മിക്കവാറും സ്വിച്ച് ഓഫ് ആയിരിക്കും. നമുക്കൊരു മെസ്സേജ് അയക്കാം. ഇടയ്ക്കൊക്കെ അദ്ദേഹം ഫോൺ ഓൺ ചെയ്യും. എന്തായാലും മെസ്സേജ് കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കും. തുടർന്ന് അലോക് ആമിയെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പങ്കുവച്ചു. ആമിക, അവളെ വിളിച്ചു വരുത്തുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ തലവേദനയാണ്. എന്നാലും നമുക്ക് മുൻപിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. കോരസാറിൻ്റെ പ്രശ്നത്തിൽ സസ്പെൻഷൻ വാങ്ങിയിട്ട് അതൊരു അഡ്വാൻറ്റേജ് ആയി കരുതി എവിടെയോ ചുറ്റി നടക്കുകയാണവൾ. ആരെയും പേടിയില്ല. എന്തു ചെയ്യാനാ? ആഭ്യന്തരമന്ത്രിക്ക് പോലും അവളോട് എന്തെന്നില്ലാത്ത വാത്സല്യമാണ്. പിന്നെ അവൾ ഈ കേസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പറയണം. അതുമാത്രമല്ല, പിണങ്ങിയാൽ പിന്നെ ജോലി പോലും ഉപേക്ഷിച്ച് പോകുന്ന പ്രകൃതക്കാരിയാണ് അവൾ. ആമികയെപ്പറ്റിയുള്ള അലോകിൻ്റെ വിശദീകരണം കേട്ടപ്പോൾ കേവലം ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്നതിലുപരി വലിയൊരു പ്രഹേളികയാണ് ആ പെൺകുട്ടിയെന്ന് റോബിൻ മനസ്സിലായി. അത്രയും അത്ഭുതത്തോടെയാണ് അവൻ അലോകിനെ നോക്കിയത്. റോബിൻ, താൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ കേസ് കൈവിട്ടു പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. റാം സാറിനോട് നമുക്ക് കാര്യം പറയാം. അദ്ദേഹം തീർച്ചയായും നമുക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അലോക് ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ച ശേഷം പ്രതീക്ഷയോടെ അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. റോബിൻ ആകാംക്ഷയോടെ ചോദിച്ചു, സർ, ജയൻ സാർ മെസ്സേജ് കണ്ടോ? അലോക് അല്പം നിരാശയോടെ ഫോണിലേക്ക് നോക്കി പറഞ്ഞു, ഇല്ലടോ, ഒറ്റ മാത്രമേ ഉള്ളൂ. ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ്, ഇതിലെന്തോ ഒന്നാണ്. നമുക്ക് കാത്തിരിക്കാം. അതേസമയം അങ്ങകലെ ജയദേവൻ്റെ വീട്ടിൽ അന്തരീക്ഷം തീർത്തും വ്യത്യസ്തമായിരുന്നു. പുസ്തകങ്ങളും നിഗൂഢതകളും നിറഞ്ഞ ആ മുറിയിൽ മകൾ വൈഷ്ണവി അദ്ദേഹത്തോട് ചേർന്നിരുന്നു. ഡാഡി, ഐ തിങ്ക് ഐ എം ഇൻ ലവ്. മകളുടെ വാക്കുകൾ കേട്ട് ജയദേവൻ ഒന്ന് ഞെട്ടി. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് അയാളുടെ ഉള്ളിൽ പതിച്ചത്. വീണ്ടും പഴയതെല്ലാം ആവർത്തിക്കപ്പെടുകയാണോ? പ്രണയത്തിൻ്റെ പേരിൽ തൻ്റെ മകൾ ഒരു വലിയ അപകടത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണോ എന്ന ഭീതി അയാളുടെ നെഞ്ചിൽ തറച്ചു. ജയദേവൻ്റെ ഉള്ളം വിതുമ്പി. വർഷങ്ങൾക്ക് മുൻപ് താൻ അനുഭവിച്ച അതേ ഭീതിയുടെ നിഴൽ വീണ്ടും തൻ്റെ മുന്നിൽ രൂപം കൊള്ളുന്നത് അയാൾ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.